നമസ്തേ. ചിലർ സംശയം എഴുതി ചോദിച്ചിരിക്കുകയാണ്. ആത്മാവും മനസ്സും തമ്മിൽ എന്താണ് ബന്ധം? ഇവിടെ നമ്മുടെ മനസ്സാണ് ആത്മാവ്, ആത്മാവാണ് മനസ്സ്. ഭാഗവതത്തിൽ പറയുന്നത്, കർമ്മസംയുതം മനസ്സ് ഓരോരോ ശരീരത്തിൽ ചെന്ന് വ്യാപിച്ച് വെട്ടിയിടുന്നത് ജനിമൃതി. കർമ്മബന്ധങ്ങൾക്കനുസൃതമായി മനസ്സ് ഒരു ശരീരപ്രാപ്തി നേടുന്നതിനെ ജനനമെന്നും ആ ശരീരം ഉപേക്ഷിക്കുന്നതിനെ മരണമെന്നും പറയുന്നു. അപ്പോൾ ഈ മനസ്സ് നമ്മുടെ ശരീരത്തെ എവിടെ കുടികൊള്ളുന്നത്? അത് സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാവും. മനസ്സ് ശരീരത്തിലാണോ അതോ ശരീരം മനസ്സിലാണോ? സാധാരണ എല്ലാവരെയും കുഴക്കുന്ന ഒരു ചോദ്യമാണിത്. ഇവിടെയാണ് മനസ്സിൻ്റെ പ്രാധാന്യം. നമ്മുടെ ശരീരത്തിൽ മനസ്സെവിടെ ഇരിക്കുന്നു എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. സൈക്യാട്രിസ്റ്റുകൾക്ക് പോലും പറയാൻ സാധ്യമല്ല. പക്ഷെ വേദം പറയുന്നത്, അങ്കുഷ്ടമാഹ പുരുഷ മധ്യം ആത്മസംവിഷ്ടത. അങ്കുഷ്ടം പെരുവിരലിൻ്റെ ഇതേ വലിപ്പത്തിൽ, ഇതേ ആകൃതിയിൽ ആത്മാവിനും മധ്യത്തിൽ മനസ്സ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ മനസ്സ് തന്നെയാണ് ആത്മാവ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആത്മാവ് തന്നെയാണ് മനസ്സ്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഗുണകാമ ആത്മാവിനെ മാനസമെന്ന് ചൊല്ലൂ. ഗുണങ്ങൾ വിട്ടാൽ പിന്നെ മാനസം തന്നെ ആത്മാ. വിഷയങ്ങളിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ആ ആത്മാവിനെയാണ് നമ്മൾ മനസ്സ് എന്ന് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ മനസ്സിൽ നിന്ന് വിഷയബന്ധം വിട്ടാൽ മനസ്സെന്തായി മാറി? ആത്മാവായി മാറി. ഇത് എപ്പോഴും മനസ്സ് തന്നെ ആത്മാവ്, ആത്മാവ് തന്നെ മനസ്സ് എന്നെപ്പോഴും ചിന്തിച്ചുകൊണ്ട് നല്ലത് ചിന്തിക്കുവാനും നന്മ മാത്രം ചെയ്യുവാനും നല്ലത് പറയുവാനും, അങ്ങനെ ജീവിതത്തിൽ ആത്മോത്കർഷം നേടാൻ നമ്മൾ ഓരോരുത്തരും ശരിയായ തലത്തിൽ അവലംബിക്കേണ്ടതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവന് എപ്പോഴും ഔന്നത്യമുണ്ടാവും. ആ ജീവൻ എപ്പോഴും ആ പരമാത്മ ചൈതന്യത്തോട് ചേരുവാനുള്ള ആ അഭിവാഞ്ചയോടുകൂടി എല്ലാവരും ജീവിക്കാൻ കഴിഞ്ഞാൽ എത്ര സന്തോഷമായി ശാന്തിയോടും സമാധാനത്തോടും കൂടി ഈ ഐഹികത്തിൽ ജീവിക്കുവാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമാണ് ഈ ജീവിതക്രമം. ഇതാണ് ഭാരതീയ ഈശ്വര തത്വം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും അത് അവലംബിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.